എൻ്റെ ഈ വേഷമൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും നാട്ടിലാണ്, പക്ഷെ അല്ല, പൂജ നടന്നുകൊണ്ടിരിക്കുക. സംഭാസാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് ഞങ്ങൾ അയലോക്കത്തുള്ളതാണ്, മാലിനി റാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത്, എൻ്റെ ഈ വേഷമൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും നാട്ടിലാണെന്ന്, പക്ഷെ അല്ല, ജർമ്മനിയിലെ ഹാം എന്ന് പറയുന്ന സിറ്റിയിൽ ഒരു കാമാക്ഷി അമ്മാൾ ടെമ്പിളുണ്ട്. അതിൻ്റെ മുന്നിലാണ് ഞങ്ങളിന്നുള്ളത്. ഇതേ കണ്ടോ, ഇതാണ് ആ ക്ഷേത്രത്തിൻ്റെ കവാടം. ഇവിടെ നമ്മൾ അകത്തേക്ക് കയറുമ്പോഴാണ് ക്ഷേത്രം. ദക്ഷിണേന്ത്യൻ രീതിയിലാണ് ഈ ക്ഷേത്രം പണിഞ്ഞിട്ടുള്ളത്. 1980കളിലാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. അന്നൊരു ചെറിയ ഹാളൊക്കെ ആയിട്ടാണ് ഇത് തുടങ്ങിയത്. പക്ഷേ പിന്നീട് അത് വികസിപ്പിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു തമിഴ്നാട് ഭാഗത്തൊക്കെ നമ്മൾ കാണുന്ന ഒരു ക്ഷേത്രം പോലെ അതേ രീതിയിലാക്കിയിട്ടുണ്ട്. കണ്ടോ, മറ്റേ വെള്ള ചോപ്പ് വരകളൊക്കെ ഉള്ള തമിഴ്നാട് രീതിയിലുള്ള ക്ഷേത്രമല്ലേ, അതേപോലെയാണ് ഇവിടെ നിർമ്മിച്ചേക്കുന്നത്. നാട്ടിൽ നിന്നുള്ള ശില്പികളാണ് വന്ന് ഈ ക്ഷേത്രം പണിഞ്ഞത്. ഇപ്പോൾ ഇവിടെ തമിഴ്നാട്, നമ്മുടെ ദക്ഷിണേന്ത്യൻ രീതിയിലുള്ള ആചാരങ്ങളൊക്കെയാണ് ഇവിടെ നടത്തുന്നത്. ഉത്സവങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഉച്ചയ്ക്ക് 1 മണി വരെ ക്ഷേത്രമുണ്ട്, രാവിലെ 8 മണി മുതൽ. പിന്നെ വൈകുന്നേരം 5 മണി മുതൽ 8:30 വരെ, അല്ല 8 മണി വരെയാണെന്ന് തോന്നുന്നു, 8 മണി വരെ ഉണ്ട്. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പല്ല എന്നാലും തണുപ്പുണ്ട്, ജാക്കറ്റ് ഇടാനുള്ള തണുപ്പുണ്ട്. പിന്നെ അത് ഇവിടെ കണ്ടോ, പണികളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴും. അവിടെ വലിയൊരു ഗോപുരത്തിൻ്റെ മിനുക്കുപണിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഉത്സവം വരുന്നത് മെയ് അവസാനം ജൂൺ ആദ്യം ആ ഒരു സമയത്തൊക്കെയാണ്. അതായത് ജർമ്മനിയിലെ സമ്മർ ടൈം, ആ സമയത്താണ് ഇവിടെ ഉത്സവം നടക്കാറുണ്ട് എല്ലാ വർഷവും. വലിയ രഥോത്സവവും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അന്ന് ഇവിടെ ഭയങ്കര തിരക്കും ഒക്കെയാണ്. ഒരുപാട് ഇന്ത്യൻസ് ഒരുപാടുണ്ടാവും, ശ്രീലങ്കൻസും ഒത്തിരി ഉണ്ടാവും. മുന്നേ നമ്മളൊരു തമിഴ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡോട്ട്മണ്ടിലെ ഒരു ശ്രീലങ്കൻ സ്ട്രീറ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് ഒരു 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ഒരു 1/2 മണിക്കൂർ കഷ്ടിച്ചേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ടൈം ലൈനാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിലെല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞിട്ടുണ്ട്. 1985 അറുമുഖൻ ഭാസ്കരൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രീസ്റ്റാണ് ഈ ക്ഷേത്രം ആദ്യമായിട്ട് തുടങ്ങിയത്. അന്ന് ചെറിയ രീതിയിലൊക്കെ ആയിരുന്നു ഒരു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഭക്തരുടെയൊക്കെ സപ്പോർട്ടോടു കൂടി ശ്രീലങ്കയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നൊക്കെ ഉള്ള ശില്പികളെയൊക്കെ കൊണ്ടുവന്നിട്ട് അവർ വലിയ രീതിയിൽ ഈ അമ്പലം പണിതെടുക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള കൊത്തുപണികളും പിന്നെ വലിയ ഗോപുരവും ഒക്കെ പിന്നീട് ആയി വന്നതാണ്. ഞങ്ങളിപ്പോൾ അമ്പലത്തിൻ്റെ മുൻവശത്താണ്. ഇവിടെയാണ് അതിൻ്റെ എൻട്രൻസ്. ടെമ്പിൾ ഐൻഗാങ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ജർമ്മൻ ഭാഷയാണ്. ഐൻഗാങ് എന്ന് വെച്ചാൽ എൻട്രൻസ്. അപ്പോൾ നമ്മളിനി അകത്തേക്ക് കയറാം. പക്ഷേ ഇനി വീഡിയോ അകത്ത് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. ഇന്ന് ഇച്ചിരി തിരക്കുള്ള ദിവസമാണ്, നോക്കാം. ഞങ്ങളിപ്പോൾ അമ്പലത്തിനകത്താണ്. പൂജ നടന്നുകൊണ്ടിരിക്കുക. പൂജ കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ അയൽപക്കക്കാരൊക്കെ ആയിട്ട് ഇവിടെ വന്നത്. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഫാമിലിയാണ്. റാം, മാലിനി, പിന്നെ വൈക്ക, ടിക്കു, മാധവനെയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഫുഡ് കൊടുക്കുന്ന സ്ഥലം അവിടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ അതിൻ്റെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്, എസൻ ഹൗസ് ഗാവ എന്ന് ജർമ്മനിലും എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പൂജയൊക്കെ കഴിഞ്ഞ് നടന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ പ്രീസ്റ്റ് താമസിക്കുന്ന വീടാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇവിടെ അന്നദാനമുണ്ട്. നമുക്ക് ആദ്യമായിട്ടാണ് ജർമ്മനിയിൽ ഇങ്ങനെ ഒരു അനുഭവം. എല്ലാവരും അകത്തോട്ട് കയറി, ഞങ്ങളുടെ കൂടെ വന്നവർ. ഞങ്ങളും ഇനി അകത്ത് കയറി ഇങ്ങനെ എന്താ നോക്കട്ടെ. ഞങ്ങളിപ്പോൾ ക്യൂവിലാണ്, ഇച്ചിരി പുറകിലായിപ്പോയി. സാമ്പാർ സാധനമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സാമ്പാർ സാധനം തമിഴ് ഫുഡാണ്. എല്ലാവരും അത് കാണും. ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഒരു വലിയ കോമ്പൗണ്ടാണേ. അപ്പോൾ അതിൻ്റെ
ഇവിടെ തന്നെ ദേ ഒരു വലിയ ഹാളൊക്കെ ഉണ്ട്, അവരുടെ ഒരു കൾച്ചറൽ സെൻറ്റർ പോലെ. ഇവിടെ കല്യാണങ്ങളും പിന്നെ വലിയ പരിപാടികളും കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ട് അവർ. അപ്പോൾ ഇന്നും ഒരു കല്യാണമൊക്കെ ഇവിടെ ഉണ്ടാകും, കല്യാണം നടക്കുന്നുണ്ട്. ഇന്ന് എല്ലാവരും ഭക്തിമാർഗത്തിലാണ്, തൊഴുത് ആഹാരമൊക്കെ കഴിച്ച്. ഇത് ഞങ്ങൾ അയലോക്കത്തുള്ളതാണ്, മാലിനി റാം. ഞങ്ങൾ ഒരേ കമ്പനി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് വൈക്കാമ്മ, ഇത് ടിക്കോ. കളിപ്പിലാണ്. അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോ കാറി കയറി വീട്ടിൽ പോകല്ലേ? വേറെ പരിപാടി ഒന്നും ഇല്ല. ഫുഡൊക്കെ കഴിഞ്ഞു, വയറൊക്കെ ചായ കുടിക്കണം. നമുക്ക് ചായ കൊണ്ടുപോകുന്നുണ്ട്, കട്ടൻ ചായ കൊണ്ടുപോകുന്നുണ്ട്. ചിക്കൻ പപ്സും ചായ കൊണ്ടുപോകുന്നുണ്ട്. സുണ്ടലും എല്ലാം. ശരി. അപ്പൊ ഉച്ചയായി, ഞങ്ങൾ അമ്പലമൊക്കെ കണ്ടു, കൊള്ളായിരുന്നു, നല്ലോണം ഫുഡും കഴിച്ചു. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇവിടെ നിന്നൊരു 1.5 മണിക്കൂറുണ്ട് വീട്ടിലോട്ട് ഡ്രൈവ്. അപ്പോൾ നാട്ടിൽ പോയൊരു സുഖം കിട്ടി, അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ടൊക്കെ ഇറങ്ങി. പിന്നെ അകത്തെ വീഡിയോ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല, തീരെ എടുക്കാൻ പറ്റിയില്ല, ഒന്ന് ചെറുതായിട്ടൊന്നും എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. ബൈ.